ലോകം ഒരു പുതിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്തെ പ്രമുഖ ക്ലബ്ബുകളിലൊന്നായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാമ്പിലേക്ക് കളിക്കാരെ വിട്ടു നൽകില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് ഈ വിവാദത്തിന് തുടക്കമായത്. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും ക്ലബ്ബുകളും തമ്മിലുള്ള നിലവിലെ അസ്വാരസ്യങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിൽ. മലയാളി താരം സഹൽ അബ്ദുൽ സമദ് ഉൾപ്പെടെ ടീമിലെ പ്രമുഖരായ 7 താരങ്ങളെയാണ് ക്യാമ്പിലേക്ക് വിടില്ലെന്ന് മോഹൻ ബഗാൻ അറിയിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവിയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പുതിയ പരിശീലകനായ ഖാലിദ് ജമീൽ ചുമതലയേറ്റ ശേഷം CAFA നേഷൻസ് കപ്പ് പോരാട്ടങ്ങൾക്കായി 35 അംഗ പ്രാഥമിക ടീമിനെ പ്രഖ്യാപിച്ചതോടെയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. മോഹൻ ബഗാനിലെ അനിരുദ്ധ് താപ്പ, ദീപക് ടാംഗ്രി, ലാലങ് മാവിയ, ലിസ്റ്റൺ കൊളോക്കോ, മൻവീർ സിംഗ്, സഹൽ അബ്ദുൽ സമദ്, വിശാൽ കെയ്ത്ത് തുടങ്ങിയ പ്രധാന താരങ്ങൾ ഈ പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ ഇവരെ എല്ലാവരെയും വിട്ടു നൽകാൻ ക്ലബ്ബ് വിസമ്മതിച്ചു. ദേശീയ ടീമിലേക്ക് മാത്രമല്ല ഇന്ത്യയുടെ അണ്ടർ 23 ടീമിലേക്കും തങ്ങളുടെ കളിക്കാരെ വിട്ടു നൽകില്ലെന്ന് മോഹൻ ബഗാൻ നിലപാടെടുത്തു. മോഹൻ ബഗാന്റെ ഈ കർശന നിലപാടിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് ക്ലബ്ബ് അധികൃതർ പറയുന്നത്. ഡ്യൂറൻ കപ്പ്, AFC ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയ പ്രധാന ടൂർണമെന്റുകൾ വരാനിരിക്കെ കളിക്കാർക്ക് പരുക്കേൽക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ദേശീയ ടീമിനൊപ്പം ചേരുമ്പോൾ താരങ്ങൾക്ക് പരുക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരിക്കേറ്റാൽ കളിക്കാരെ പിന്നീട് തിരിഞ്ഞു നോക്കാൻ പോലും AIFF തയ്യാറാകില്ലെന്നാണ് ക്ലബ്ബുകളുടെ പ്രധാന ആരോപണം. മോഹൻ ബഗാൻ ക്യാപ്റ്റൻ സുഭാഷിഷ് ബോസിന്റെ അനുഭവം ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ ബോസ് പിന്നീട് ദീർഘകാലം കളത്തിന് പുറത്തായിരുന്നു. ഈ സമയത്ത് താരത്തിന് യാതൊരുവിധ സഹായവും ഫെഡറേഷന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ലെന്നും ക്ലബ്ബ് ആരോപിക്കുന്നുണ്ട്. ഇതൊരു ക്ലബിന്റെ മാത്രം പ്രശ്നമായി ഒതുങ്ങുന്നില്ല. മോഹൻ ബഗാനെ കൂടാതെ മറ്റ് ക്ലബ്ബുകളും ഈ വിഷയത്തിൽ സമാനമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇത് കാരണം ആകെ 13 താരങ്ങളാണ് ദേശീയ ടീം ക്യാമ്പിലേക്ക് എത്താത്തത്. ഫിഫ അംഗീകരിച്ച അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുമ്പോൾ മാത്രമേ കളിക്കാരെ വിട്ടു നൽകാൻ ക്ലബ്ബുകൾ ബാധ്യസ്ഥരാകുന്നുള്ളൂ എന്ന നിയമവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫിഫ നിയമങ്ങൾ അനുസരിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ കളിക്കാർക്ക് പരിക്കേറ്റാൽ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ നിലവിലില്ല. അതിനാൽ താരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ക്ലബ്ബുകളുടെ ഉത്തരവാദിത്തമാണെന്നാണ് മോഹൻ ബഗാന്റെ വാദം. മൻവീർ സിംഗ്, സഹൽ അബ്ദുൽ സമദ് തുടങ്ങിയ കളിക്കാർ മുമ്പും ദേശീയ ടീം ക്യാമ്പുകളിൽ നിന്നും പരിക്കേറ്റ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യം ക്ലബ്ബുകളുടെ ആസൂത്രണങ്ങളെയും സീസണിലെ പ്രകടനങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. കളിക്കാരുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുക, അവരുടെ കരിയർ സംരക്ഷിക്കുക, വരാനിരിക്കുന്ന പ്രധാന മത്സരങ്ങൾക്ക് ടീമിനെ സജ്ജമാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് മോഹൻ ബഗാന്റെ തീരുമാനത്തിന് പിന്നിൽ. ദേശീയ ടീമിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താരങ്ങളെ ക്യാമ്പിലേക്ക് എത്തിക്കാനും AIFF ശ്രമിക്കുമ്പോൾ ക്ലബ്ബുകൾ കളിക്കാരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്നു. ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്താൻ ഇരുപക്ഷത്തിനും കഴിഞ്ഞില്ലെങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോളിന് വലിയ തിരിച്ചടിയാകും. ദേശീയ ടീമിന്റെ തയ്യാറെടുപ്പുകൾ താളം തെറ്റുന്നത് ഭാവി മത്സരങ്ങളിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അതേസമയം AIFFന്റെ ഭാഗത്തു നിന്നും കളിക്കാരുടെ ക്ഷേമത്തിനായുള്ള കൃത്യമായ നയങ്ങളുടെ അഭാവം ഈ പ്രശ്നത്തിന് ആക്കം കൂട്ടുന്നു. ഒരു കളിക്കാരന് പരിക്കേറ്റാൽ ചികിത്സാ സഹായം, നഷ്ടപരിഹാരം, തുടർ ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഫെഡറേഷൻ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ക്ലബ്ബുകളുമായി സഹകരിച്ച് ഒരു ഏകീകൃത കലണ്ടർ രൂപപ്പെടുത്തുകയും ദേശീയ ടീം മത്സരങ്ങളും ക്ലബ്ബ് മത്സരങ്ങളും തമ്മിൽ ആരോഗ്യകരമായ ഒരു സന്തുലനം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്കും ക്ലബ്ബുകളും ഫെഡറേഷനും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ്. പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാതെ കടുത്ത നിലപാടുകൾ എടുക്കുന്നത് കായിക രംഗത്തിന് ഗുണകരമല്ല. ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നും ദേശീയ ടീമിന്റെ വരാനിരിക്കുന്ന മത്സരങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയണം.